കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി ഇന്ത്യ വിട്ട വജ്രവ്യാപാരി നീരവ് മോദിയുടെ പെയിന്റിങ്ങുകൾ ലേലത്തിന്. മോദിയുടെ വീട്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത എണ്ണച്ചായ ചിത്രങ്ങളാണ് ലേലം ചെയ്യുന്നത്. 68 പെയിന്റിങ്ങുകളാണ് മോദിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. മോദി വാങ്ങിക്കൂട്ടിയതാണ് ഇവയെല്ലാം. ഇതിനെല്ലാം കൂടി 30 മുതൽ 50 കോടി രൂപ വരെ ലഭിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് കണക്കുകൂട്ടുന്നത്. മുംബൈയിലാണ് ലേലം. രാജ രവിവർമ്മ, VS ഗെയ്ത്താണ്ടെ തുടങ്ങിയ കലാകാരന്മാരുടെ പെയിന്റിങ്ങുകളും ലേലത്തിൽ ഉൾപ്പെടുന്നു. ആദായ നികുതി വകുപ്പ് പെയിന്റിങ്ങുകൾ ലേലം ചെയ്യുന്നത് ആദ്യത്തെ സംഭവമാണെന്ന് ലേലരംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നു. സാധാരണയായി വസ്തുക്കൾ, സ്വർണം, ലക്ഷറി സാധനങ്ങൾ എന്നിവയാണ് ലേലം ചെയ്യുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് പെയിന്റിങ്ങുകൾ ലേലം ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് പ്രൊഫഷണൽ ലേലക്കാരായ സാഫ്രോൺ ആർട്ടിനെ സമീപിക്കുകയായിരുന്നു. ലേലത്തിനെതിരെ മോദിയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചെങ്കിലും കേസ് ബുധനാഴ്ചയ്ക്ക് മാത്രമാണ് പരിഗണിക്കുക. ബാങ്ക് വായ്പ എടുത്ത് മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദിയെ ലണ്ടനിൽ അറസ്റ്റ് ചെയ്തിരുന്നു. നീരവ് മോദിയെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥനയിലായിരുന്നു അറസ്റ്റിന്റെ നടപടികൾ. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കോടതി നീരവ് മോദിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. വെസ്റ്റ് എൻഡിലെ ആഡംബര വസതിയിൽ വച്ചാണ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് സൂചനകൾ. ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യപ്രകാരമാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീരവ് മോദിയെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യം. നീരവ് മോദിയെ വിട്ടുകിട്ടുന്നതിനായി 2018 ഓഗസ്റ്റിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയത്. കോടതി ഉത്തരവ് വിടുകയാണെങ്കിൽ നീരവ് മോദിയെ UK ഇന്ത്യക്ക് കൈമാറും. ഉത്തരവിനെതിരെ നീരവിന് അപ്പീൽ പോകാനും സാധിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യ പ്രതികളാണ് നീരവ് മോദിയും അമ്മാവനായ മെഹുൽ ചോക്സിയും. കഴിഞ്ഞ വർഷം ജനുവരിയോടെ ഇരുവരും ഇന്ത്യ വിടുകയായിരുന്നു. ഇതിനുശേഷമാണ് കേസിൽ CBI അന്വേഷണം ആരംഭിച്ചത്. ലണ്ടനിലെ തെരുവിലൂടെ നീരവ് മോദി സ്വതന്ത്രമായി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ബ്രിട്ടനിൽ ജോലി ചെയ്യുവാനും ഓൺലൈൻ പണമിടപാടുകൾ നടത്താനും ആവശ്യമായ നാഷണൽ ഇൻഷുറൻസ് നമ്പരും നീരവ് മോദിക്ക് ബ്രിട്ടീഷ് സർക്കാർ അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.